ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കൊറിയക്കാർക്ക് ഏറ്റവും വിരോധമുള്ള നടൻ മോഹൻലാലാണോ? അയ്യോ അതെന്ത് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നല്ലേ, അത് സാക്ഷാൽ മോഹൻലാൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നോക്കിയപ്പോഴാണ് ഞെട്ടിയതും. എന്റെ അമ്മച്ചി, മോഹൻലാൽ കണ്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ആരാധകർ ഇത് കണ്ടുപിടിച്ചു. മോഹൻലാലിനെ ഇഷ്ടമുള്ള പ്രേക്ഷകരുടെ നാടാണ് കേരളം. എന്നാൽ കൊറിയക്കാർക്ക് മോഹൻലാലിനെ എത്രത്തോളം അറിയാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. മോഹൻലാൽ അഭിനയിക്കുന്ന ഏതോ ഒരു അന്യഭാഷ ചിത്രത്തിന്റെ വാർത്തയ്ക്ക് മഹാഭൂരിപക്ഷവും കുമ്മോജി കണ്ടെത്തിയപ്പോഴാണ് കൊറിയക്കാർക്ക് ലാലേട്ടനോടുള്ള വിരോധം വെളിപ്പെട്ടത് എന്ന് പോസ്റ്റിലെ വാക്കുകൾ. അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുതയുള്ളവരാരാ? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. മോഹൻലാലിനെ കുറിച്ച് വന്ന വാർത്തകളുടെ താഴെ ആഹാ ഇമോജി നിറയുന്നു. ഇമോജി അടിച്ചിരിക്കുന്നവർ ഒരുപക്ഷെ മലയാളം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത കൊറിയക്കാർ. ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു അന്യഭാഷാ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തയുടെ താഴെയാണ് ഇമോജികൾ വന്നത് എന്നും ശ്രദ്ധേയം. ലോറി കത്തതെന്ന് മലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. മോഹൻലാലിനെ പറ്റിയുള്ള വാർത്തകളുടെ താഴെ വന്ന കമന്റുകളെ കുറിച്ചുള്ള പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഈ പ്രൊഫൈലുകൾ വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? ഇനി നീ എങ്ങാനും നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. കൊറിയക്കാരുടെ പേരും ചിത്രവും ഓരോ ഫ്രെയിമിലും കാണാം. എന്താ ഉറക്കം വരുന്നു? ബന്ധുക്കളെ പരിചയപ്പെടുന്നില്ല. അത് ഞാൻ നിന്നെ ശരിക്കൊന്ന് പരിചയപ്പെടട്ടെ. ഗുണ്ടാ പിള്ളേര് വരുന്നില്ലേ? അവര് വരും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പലർക്കും വ്യക്തമായി കാണും. ഫേക്ക് അക്കൗണ്ടാണ് കൂടുതലെന്നും പലരും പറഞ്ഞുകൊണ്ട് എത്താറുമുണ്ട്. അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തിന് നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? ഇതൊരു വിഭാഗം പൈസ ഇറക്കി കളിക്കുന്നതാണ്. പക്ഷെ ആര് പൈസ ഇറക്കി ഇങ്ങനെ ചെയ്യണം എന്നതൊക്കെ വലിയ ചോദ്യമായി പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ കൊറിയക്കാർക്ക് മോഹൻലാലിനോട് ഇത്ര വിരോധം എന്താണെന്നുള്ളതാണ് വലിയ വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. ഭഗവാനെ ഈശ്വരൻ, നല്ലത് ചെയ്താൽ നല്ലത്.